ഇപ്പോൾ പ്രതികളുമായി വിയ്യൂർ സെൻട്രൽ ജയിലിൽ നിന്നുള്ള വാഹനം ഗോശ്രീ പാലം പിന്നിട്ടിരിക്കുകയാണ്. വിവരങ്ങളുമായി നിതിൻ അംബുജൻ ചേരുന്നു. നിതിൻ, പ്രതികളുമായി ഇപ്പോൾ ഗോശ്രീ പാലം പിന്നിട്ടിരിക്കുന്നു. അങ്ങനെയെങ്കിൽ അല്പസമയത്തിനകം ഈ പ്രതികൾ കോടതിയിൽ അവരെ ഹാജരാക്കാൻ കഴിയുമല്ലോ. എന്തൊക്കെയാണ് നൽകാൻ കഴിയുന്ന വിവരങ്ങൾ? ദിലീപ്കുമാർ, ഏതാനും നിമിഷങ്ങൾക്കകം തന്നെ ഈ വാഹനം അത് കോടതിയിലേക്ക് എത്തും. ഇപ്പോൾ നഗരം പിന്നിട്ടിരിക്കുകയാണ്. അതായത് ഗോശ്രീ പാലം പിന്നിട്ട് ഇപ്പോൾ വാഹനം നഗരത്തിൽ പ്രവേശിച്ചു. അല്പം ഗതാഗത കുരുക്കുണ്ട്, അത് നീക്കി ഇപ്പോൾ വാഹനം മുന്നോട്ടേക്ക് പോവുകയാണ്. ഏതാനും നിമിഷങ്ങൾക്കകം തന്നെ ഈ പോലീസ് വാഹനം അത് കോടതിയിലേക്ക് എത്തും. 11 മണിയോട് തന്നെ കോടതി നടപടി ആരംഭിക്കും മുൻപ് തന്നെ പ്രതികളെ 6 പേരെയും കോടതിയിൽ ഹാജരാക്കും. നേരത്തെ 8:10 കൂടിയാണ് വിയ്യൂരിൽ നിന്ന് പ്രതികളുമായുള്ള വാഹനം പുറപ്പെട്ടത്. അതിനുശേഷം പിന്നീട് വളരെ വേഗത്തിൽ തന്നെ ഈ പ്രതികളുമായുള്ള വാഹനം അത് കോടതിയിലേക്ക് എത്താനുള്ള ഒരു തയ്യാറെടുപ്പിലായിരുന്നു. എന്തായാലും എന്താണ് ശിക്ഷ എന്ന് സംബന്ധിച്ച് ആകാംക്ഷയിലാണ് കേരളമുള്ളത്. നമുക്കറിയാം, ഞെട്ടിച്ച സംഭവമാണ് 2017 ഫെബ്രുവരി 17 നടന്നത്. അതിൽ 6 പേരും കുറ്റക്കാരാണെന്ന് കോടതി വിധിച്ചു. ഇവർക്കുള്ള ശിക്ഷ എന്താണ് എന്നതാണ് ഇനി അറിയേണ്ടത്. അതിനുള്ള ഒരു ആകാംക്ഷയിലാണ് കേരളമുള്ളത്. നമുക്കറിയാം, അത് മാത്രമല്ല ഇതിൽ എന്തൊക്കെ കുറ്റങ്ങൾ ഇവർക്കെതിരെ ചുമത്തും. 7 വർഷക്കാലം പൾസർ സുനി ജയിലിൽ കഴിഞ്ഞിരുന്നു. അതിൽ ഇളവ് ലഭിക്കുമോ, അതല്ല പ്രോസിക്യൂഷൻ ആവശ്യപ്പെട്ടതുപോലെ ജീവപര്യന്തമുള്ള ശിക്ഷയാണോ ലഭിക്കുക എന്ന കാര്യമാണ് ഇനി അറിയേണ്ടത്. അതിൽ വാദം കേൾക്കും. വാദത്തിന് ശേഷം മാത്രമാകും ശിക്ഷ വിധിക്കുക. അതൊരു പക്ഷേ ഉച്ചയ്ക്ക് ശേഷമാകും ശിക്ഷ വിധിക്കുക. എന്തായാലും ഈ പ്രതികളുമായുള്ള വാഹനം ഇപ്പോൾ നഗരത്തെത്തിയിട്ടുണ്ട്. ഏതാനും നിമിഷങ്ങൾക്ക് തന്നെ കോടതിയിലേക്ക് എത്തും. അതിന് മുന്നോടി തന്നെ ഒരു പക്ഷേ പ്രതികളുടെ വൈദ്യപരിശോധന ഉണ്ടാകുമെന്നുള്ളൊരു സാധ്യതയുണ്ട്. പക്ഷെ അങ്ങനെയില്ല. നേരെ വാഹനം ഇപ്പോൾ സെഷൻസ് കോടതിയിലേക്കാണ് പോകുന്നത്. എന്തായാലും വാഹനം ഇപ്പോൾ മറൈൻ അടക്കമുള്ള സ്ഥലങ്ങൾ പിന്നിട്ട് മുന്നോട്ട് പോവുകയാണ്. കൃത്യസമയത്തിനാണ് 11 മണിയോട് തന്നെ വാഹനം അവിടെ നടിയെ ആക്രമിച്ച കേസിൽ കുറ്റക്കാരെന്ന് കണ്ടെത്തിയ 1 മുതൽ 6 വരെ പ്രതികളുമായി പോലീസ് വാഹനം തൃശൂരിലെ വിയ്യൂർ സെൻട്രൽ ജയിലിൽ നിന്ന് ഇപ്പോൾ ഇതാ കോടതിയുടെ സമീപം എത്താറായിരിക്കുന്നു. മറൈൻ ഡ്രൈവ് പിന്നിട്ടിരിക്കുകയാണ്. പൾസർ സുനി, മാർട്ടിൻ ആന്റണി, ബി മണികണ്ഠൻ, VP വിജീഷ്, H സലീം, പ്രദീപ് എന്നീ പ്രതികളാണ് ഈ വാഹനത്തിലുള്ളത്. ഇവർക്കുള്ള ശിക്ഷ അല്പസമയത്തിനകം അറിയാം. പ്രേക്ഷകർ 24-ൽ തുടരുക. അല്പസമയത്തിനകം ഈ വിധിയുടെ വിശദാംശങ്ങൾ പ്രേക്ഷകർക്ക് ലഭ്യമാകുന്നതാണ്. പ്രതികളുമായുള്ള പോലീസ് വാഹനം ഇപ്പോൾ കോടതിയിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.